ഹായ് വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ. ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിത്ത് യു. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയായി സംസാരിക്കുന്ന വിഷയമാണ് ശനിയുടെ നേർരേഖാ സഞ്ചാരം. അപ്പം ശനിയുടെ നേർരേഖാ സഞ്ചാരത്തിൽ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന രാശിക്കാരാണ് തുലാം, വൃശ്ചികം, ധനു. ഈ 3 രാശിക്കാരെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. ഇനി 28-ാം തീയതി മുതൽ, ഈ നവംബർ 28-ാം തീയതി മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നതും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിട്ടുള്ള മീനം രാശിയിലാണ്. അതുകൊണ്ട് തന്നെ ശനിയാണെങ്കിൽ ആർക്കും ഒരു ദോഷവും ചെയ്യത്തില്ല. എങ്കിൽ ശനിയാണെങ്കിൽ എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ ചെയ്യും. എന്നാൽ വ്യാഴത്തിൻ്റെ നമ്മൾ ആ ഒരു പൊസിഷൻസ് എടുത്തു കഴിഞ്ഞ് ഞാൻ വ്യാഴത്തിൻ്റെ വീഡിയോ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയും. അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എഫക്റ്റ് ആകും. പക്ഷേ ആ വേരിയേഷൻസ് വരുന്നതിനെ അത് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്കത് പോസിറ്റിവിറ്റിയിലേക്ക് വരാനുള്ള ചില റെമഡീസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ശനിയുടെ ഈ നേർരേഖാ സഞ്ചാരം ഈ തുലാം, വൃശ്ചികം, ധനു ഈ 3 രാശിക്കാരെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ആയിട്ട് തുലാം രാശി നക്ഷത്രങ്ങളാണ് എന്താ പറയുന്നത്, ചിത്രയുടെ പകുതി, ചോതി, വിശാഖം നാളിൻ്റെ 3/4 ഭാഗം. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശി എന്ന് പറയുന്ന തുലാം രാശിയിലെ അധിപൻ ശുക്രനാണ്. അപ്പം ശുക്രൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ടാണ് ശനി എന്ന് പറയുന്നത്. അതുതന്നെയല്ല, ശനിയുടെ ഉച്ചക്ഷേത്രമാണ് തുലാം രാശി എന്ന് പറയുന്നത്. ആ ശനിയുടെ ഉച്ചക്ഷേത്രമായിട്ടുള്ള തുലാം രാശിയിൽ നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ നാളുകാരെന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് പ്രിയപ്പെട്ടവരാണ് തുലാം രാശിക്കാർ. അപ്പോൾ ആ തുലാം രാശിയിലേക്ക് കൂടുതലായിട്ട് സ്നേഹം കൊടുക്കുന്ന, അതായത് മകരം, കുംഭം രാശിക്കാരെ പോലെ തന്നെ സ്നേഹം കൊടുക്കുന്ന ഈ ശനി അത് വ്യാഴക്ഷേത്രത്തിലാണ് ഇനി നേർരേഖയിൽ പോകുന്നത്. അപ്പോൾ തുലാം രാശി വെച്ച് നോക്കുമ്പോഴത്തേനും തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം 6ലേക്കാണ് ശനി മാറുന്നത്. 6ലാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത്. വക്രഗതി മാറിയിട്ട് അത് നേർരേഖയിലുള്ള സഞ്ചാരം ഇനി 2 വർഷം 6ൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. 6ൽ ശനി വന്നാൽ അറ വെച്ച് വാഴും. അതായത് ഈ ശനിയുടെ ഈ ഒരു രാശിമാറ്റം കൊണ്ട്, ഈ ഒരു നേർരേഖാ സഞ്ചാരം കൊണ്ട് ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്നത് തുലാം രാശിക്കാർക്കാണ്. 6ലെ ശനി സമസ്ത മേഖലയിലും. ഇനി സമസ്ത മേഖലയെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുക, ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുക, വമ്പിച്ച ലാഭം ഉണ്ടാകുക, പാർട്ട്നേഴ്സ് ഇല്ലാതെ വിഷമിക്കുന്നവർക്കാണെങ്കിൽ ഞാനും കൂടെ പാർട്ട്ണറായിട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ ആൾക്കാർ ഇങ്ങോട്ട് വരിക. മനസ്സിലായോ? അതുപോലെ തന്നെ ആണെങ്കിൽ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്യധികം സാമ്പത്തിക ശേഷിയുള്ള വിവാഹം ബന്ധത്തിലൂടെ സാമ്പത്തികം കിട്ടത്തക്ക രീതിയിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടുക, അല്ലെങ്കിൽ ആ വിവാഹ ബന്ധത്തിലൂടെ സാമ്പത്തികം വന്നു ചേരുക. ഇനിയും ഭാര്യ സ്വത്തുക്കളാണെങ്കിൽ കൈവന്നു ചേരുക. വീട്ടിലാണെങ്കിൽ സ്വത്തുക്കളുണ്ടെങ്കിൽ അത് ഭാഗം വെച്ചിട്ടെങ്കിൽ അതിൻ്റെ ഇതിലൂടെയുള്ള സാമ്പത്തികം വന്നു ചേരുക. ഇങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ വിദ്യാഭ്യാസം ഒരു സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിദ്യാഭ്യാസത്തിൽ അത്യുന്നതമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുക. അവർ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് എക്സാമിനേഷനിൽ ലഭിക്കുക. ഇങ്ങനെ തുടങ്ങി അതുപോലെ പ്രണയബന്ധത്തിൽ പരാജയം വന്നിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും നല്ല സമയമാണ്, പ്രണയത്തിലൊക്കെയുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ വരുന്ന 2 വർഷം. കാരണം ശുക്രൻ അത്രത്തോളം ശക്തനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തന്നെയുമല്ല, ശുക്രനല്ല ശനി അത്രത്തോളം ശക്തമായി നിൽക്കുന്ന സമയമാണ്. അത് തന്നെയുമല്ല, ഈ ശനി എന്ന് പറയുന്നത് എന്താ പറയുകയാണെങ്കിൽ സർവാഭീഷ്ടങ്ങളും കൊടുക്കുക. ശനി കൊടുക്കുന്ന ഒരു കാര്യം ഒരിക്കലും നമ്മൾ എടുത്തുകൊണ്ട് പോകത്തില്ല. അത് ശനി നമുക്ക് ആ സമയത്ത് ശനിയുടെ ആ ഒരു നല്ല ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ തരുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരിക്കലും അതാണെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെ പോലെയാണെങ്കിൽ ആ പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻ മാറുമ്പോൾ നമ്മളിൽ നിന്ന് കൈവിട്ട് പോകത്തില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ 3/4 ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതതരമായിട്ടുള്ള ഉയർച്ചയും സാമ്പത്തിക ശേഷിയും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന 2 വർഷമായിരിക്കും ഇനിയും വരുന്ന ഈ ശനിയുടെ നേർരേഖാ സഞ്ചാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആണെങ്കിൽ എപ്പോഴും ഈ ജ്യോത്സ്യമാണെങ്കിൽ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക. ചില നാളുകളൊക്കെ ആണെങ്കിൽ പകുതി ഒരു രാശിയിലും പകുതി മറ്റൊരു രാശിയിലുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നവർ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ നാളും നിങ്ങളുടെ രാശിയും നിങ്ങളുടെ ജനന സമയമൊക്കെ അറിയാമെങ്കിൽ മാത്രമേ ഈ ജ്യോത്സ്യം നോക്കാനും ജ്യോത്സ്യം അറിയുവാനും പോകാവൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. കാരണം ഇപ്പോൾ ആണെങ്കിൽ ഇപ്പം വിശാഖ നാളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. വിശാഖത്തിന് 3/4 ഭാഗം വൃശ്ചികത്തിലും 1/4 ഭാഗം വിശാഖത്തിന് 3/4 ഭാഗം തുലാത്തിലും 1/4 ഭാഗം വൃശ്ചികത്തിലുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിക്ക് ഞാൻ വൃശ്ചിക രാശിയാണോ തുലാം രാശിയെന്ന് അറിയാൻ വയ്യാതെ അവരാണെങ്കിൽ ഈ ജാതകം നോക്കാനോ അല്ലെങ്കിൽ ജ്യോത്സ്യം കേൾക്കാനോ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന ഈ പ്രവചനം ഒക്കെ തെറ്റിയെന്ന് വരാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം പിന്നെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഈ അസ്ട്രോളജി പറയുന്ന വ്യക്തിയോട് ദേഷ്യം തോന്നുക, ഇവർ പറയുന്നതെല്ലാം കള്ളമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ വ്യക്തമായ നാളും ജനന തീയതിയും ജനിച്ച സമയം ഇതൊക്കെ അറിയാവുന്നവർ മാത്രമേ ഈ ഒരു പണിക്ക് പോകാവൂ, അല്ലെങ്കിൽ പോകരുത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയാൻ വയ്യാത്ത വ്യക്തിക്ക് ജസ്റ്റ് ജനന തീയതി മാത്രം ഉണ്ടെങ്കിൽ പറയാനുള്ള ശാസ്ത്രം നമുക്ക് വേറെ ഉണ്ട്. അതാണ് ന്യൂമറോളജി. ന്യൂമറോളജി നമ്മൾ ഇത് എല്ലാം കഴിഞ്ഞ ശേഷം ന്യൂമറോളജിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പം തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീരമായിട്ടുള്ള 2 വർഷമാണ് കടന്നു വരാൻ പോകുന്നത്. ഈ മാസം 28-ാം തീയതി മുതൽ നിങ്ങളുടെ ഏറ്റവും നല്ല സമയം സ്റ്റാർട്ട് ചെയ്യും. തന്നെ നിങ്ങൾക്ക് വ്യാഴവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് പിന്നെ നമുക്ക് പറയാം. അടുത്തത് തുലാം രാശി കഴിഞ്ഞാൽ വൃശ്ചികം രാശിയാണ്. അപ്പം വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക രാശി വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം നടഞ്ഞ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വൃശ്ചികം, ധനു, മകരം, കുംഭം 3ന്റെയും 4ന്റെയും ആധിപത്യം വഹിച്ച് നിൽക്കുന്ന ശനി, അത് 3 വെച്ചാൽ മുടി വെച്ച് പോയാൽ ശനിയുടെ ഏറ്റവും നല്ല സ്ഥാനമാണ്. 4ഉം കണ്ടക സ്ഥാനമാണെങ്കിൽ പോലും കുംഭം രാശിയായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ 3ന്റെയും 4ന്റെയും ആധിപത്യം വഹിച്ച് നിൽക്കുന്ന ശനി വ്യാഴക്ഷേത്രമായിട്ടുള്ള മീനത്തിൽ 5ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 5ൽ സഞ്ചരിക്കുമ്പം അവിടെ കണ്ടക ശനിയോ മറ്റൊരു കാര്യങ്ങളോ ഒന്നുമില്ല. ഭാഗ്യസ്ഥാനത്താണ് ശനി വരുന്നത്. 5 അതായത് ത്രികോണ രാശികൾ 3, 9 ഈ രാശികൾ 3, 5, 9 ഈ രാശികൾ പൊതുവേ 5, 9 ഈ രാശികൾ പൊതുവേ ത്രികോണ സ്ഥാനമായിട്ടാണ് എടുക്കുന്നത്. അപ്പം ത്രികോണ സ്ഥാനത്താണ് നിൽക്കുന്നത്. 5 എന്ന് പറയുന്നത് കണ്ടകശനിയും മറ്റ് ദോഷങ്ങളും ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ 5ലേക്കാണ് ശനി വരുന്നത്, അതും വ്യാഴക്ഷേത്രത്തിലെ. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഉയർച്ചയാണ് കാണുന്നത്. അത് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുക, ബിസിനസ് ഉള്ളവർക്കാണെങ്കിൽ ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാകുക, അതുപോലെ ബിസിനസ് നഷ്ടമായിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആ നഷ്ടത്തെ നികത്താൻ പറ്റുന്ന രീതിയിലുള്ള മറ്റ് ബിസിനസ് ലാഭകരമായിട്ടുള്ള ബിസിനസ് അവരിലേക്ക് വന്നു ചേരുക, നല്ല റിലേഷൻഷിപ്സ് കിട്ടുക, നല്ല ഫ്രണ്ട്സിനെ ലഭിക്കുക. വിവാഹം നടക്കാത്ത വ്യക്തികൾക്ക് വിവാഹം നടക്കാം. ആ വിവാഹം നടക്കണമെങ്കിൽ അവരുടെ വ്യാഴം അല്പം മോശം സ്ഥാനത്താണ് എങ്കിൽ പോലും അതിൻ്റെ കൂടെ അത് ഈ വ്യാഴത്തിൻ്റെ സമയത്ത് ഞാൻ പറയാം. എങ്കിൽ പോലും പൊതുവെ നോക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ ശനിയാണെങ്കിൽ അവർക്ക് ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല, ഗുണാനുഭവങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വൃശ്ചിക രാശിക്കാർക്ക് ഈ വരുന്ന 2 വർഷം എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വൃശ്ചികം രാശി കഴിഞ്ഞാൽ അടുത്തത് വരുന്നതാണ് വിശാഖം, അനിഴം, കേട്ടം, മൂലം, പൂരാടം, ഉത്രാടം നാളിൻ്റെ കാൽഭാഗം. അവരാണ് ധനുരാശിയിൽ വരും. ധനു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ്. അപ്പം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന നാളുകളാണ് ഈ പറഞ്ഞ തൃക്കേട്ട, മൂലം, വിശാഖം, അനിഴം, കേട്ട. മൂലം, പൂരാടം, ഉത്രാടം നാളിൻ്റെ കാൽഭാഗം ഇവർ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇനിയും ധനു രാശി വെച്ച് നമുക്ക് ധനു, മകരം, കുംഭം. അപ്പം ശനി എന്ന് പറയുന്നതാണെങ്കിൽ ഇവരുടെ 2ന്റെ അധിപൻ, 2 എന്ന് വെച്ചാൽ ധനസ്ഥാനം, 3 എന്ന് വെച്ചാൽ ആണെങ്കിൽ ഭാഗ്യസ്ഥാനം. ശനിക്ക് ഭാഗ്യസ്ഥാനമാണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ 2ന്റെയും 3ന്റെയും അധിപൻ 4ലേക്കാണ് മാറുന്നത്. അപ്പം 4ലേക്ക് മാറുന്നതും വീണ്ടും വ്യാഴക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴക്ഷേത്രത്തിലേക്ക് മാറുന്നതുകൊണ്ടും ഇവർ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലുള്ള ആൾക്കാരായതുകൊണ്ടും ഒരിക്കലും ഈ ശനി ഇവർക്ക് ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ധനുരാശിക്കാർക്ക് സർവ്വതരത്തിലുള്ള വിജയങ്ങൾ കഴിഞ്ഞ 2.5 വർഷമായിട്ട് അവർക്ക് ശനി ഏറ്റവും നല്ല കാര്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടിക്കാണും, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടന്നു കാണും, കുട്ടികളില്ലായിരിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടായി കാണാം. അതുപോലെ തന്നെ ആണെങ്കിൽ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടവർക്ക് കഴിഞ്ഞ 2.5 വർഷം നല്ല സമയമായിരിക്കും, ബിസിനസ്സിൽ അവർക്ക് ഉയർച്ച ഉണ്ടായി കാണാം. ഇതെല്ലാം സംഭവിച്ച് കാണാം. വീണ്ടും ഈ 4ലേക്ക് വരുന്ന ശനി എന്ന് പറയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ദോഷത്തൊന്നും ചെയ്യത്തില്ല. കാരണം ഇവർ വ്യാഴക്ഷേത്രത്തിലുള്ള ആളായിരുന്നു, വ്യാഴത്തിൻ്റെ ആളാണ് അവർ. വീണ്ടും പോയി നിൽക്കുന്നതും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രത്തിലാണ്, മീനരാശിയിലാണ് ശനി ഇപ്പം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ തുലാം രാശിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ സമസ്ത മേഖലയിലും ഉയർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ എപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ജ്യോതിശാസ്ത്രത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് രാശിയിൽ ജനിച്ച വ്യക്തിയാണെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ജനിച്ച സമയവും ജനിച്ച ഡേറ്റും ഒക്കെ അറിയണം. അല്ലാതെ വെറുതെ ആണെങ്കിൽ എൻ്റെ നാളിന്നതാണ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ഫലങ്ങളൊന്നും കറക്റ്റ് ആകത്തില്ല. കാരണം ഞാൻ പറഞ്ഞു, അതായത് അവിട്ടം, ചിത്തിര, മകയിരം, ഉത്രം, ഉത്രാടം, പിന്നെ കാർത്തിക, അതുപോലെ തന്നെ ആണെങ്കിൽ വിശാഖം, പൂരുരുട്ടാതി, പിന്നെ അതുപോലെ തന്നെ വിശാഖം, പൂരുരുട്ടാതി, പുണർദം, ഈ നക്ഷത്രക്കാരൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചോളുക. കാരണം നിങ്ങളുടെ നാളെന്ന് പറയുന്നത് 2 രാശിയിൽ വരും. അപ്പോൾ നിങ്ങൾ അതിൽ ഏത് രാശിയിലാണ് കൃത്യമായി ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക.
അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാനും ഇതിനെക്കുറിച്ച് ഇത് മനസ്സിലാക്കാനൊക്കെ പോകാവൂ. ഇതൊന്നും വ്യക്തമായി അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ആസ്ട്രോളജി എന്നുള്ള ഒരു സംഭവത്തിൽ വിശ്വസിക്കരുത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് പോവുകയും ചെയ്യരുത്. നിങ്ങൾക്ക് വ്യക്തമായ നാളും കാര്യങ്ങളും ഒക്കെ അറിയാമെങ്കിൽ മാത്രം പോവുക, വിശ്വസിക്കുക. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ ഇത് കേട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വ്യക്തമായ നാളും ജനിച്ച സമയമൊന്നും അറിയാൻ വയ്യാത്ത വ്യക്തികൾക്ക് നമുക്ക് വേറെ ശാസ്ത്രമുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞു, ഏത് ന്യൂമറോളജി. അത് ഡേറ്റ് മാത്രം മതി. ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും കാര്യം നമുക്ക് ഡേറ്റിലൂടെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എനിവേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.